തുടങ്ങിയില്ലേ? തുടങ്ങിയാണ്. ഇപ്പോൾ ബാക്കി അത് തുടങ്ങിയാൽ മതി. ശാസ്ത്രജ്ഞന് ക്ലാസ് എടുക്കാൻ തത്വചിന്തകന്മാരും പ്രഭാഷകന്മാരും രാഷ്ട്രപതി വരെ ലോകം മുഴുവൻ ചുറ്റി നടക്കുക. പുതിയ പരീക്ഷണ ഗവേഷണങ്ങൾക്കായി ആപ്പിൾ എന്തുകൊണ്ട് താഴോട്ട് വീണ്, എന്റെ പേരക്കേന്റെ മുകളിലെ പേരക്കൊക്കെ കാക്കി എന്തുകൊണ്ടാണ് കൊത്തിത്തിരുന്നത്, അടക്കയ്ക്ക് എത്ര ഉണക്കം വേണം, മണ്ടേരി എങ്ങനെ ഇല്ലാണ്ടാക്കാം, തമിഴ്നാട്ടിലെ തെങ്ങുകളൊക്കെ ഉണങ്ങിക്കൊണ്ടിരിക്കുക. പാരച്ചൂട്ടിന്റെ പരിസരം വിനിക്കാൻ പോയപ്പോൾ എല്ലാ തെങ്ങിനെയും രോഗം ബാധിച്ചു. കേരളത്തിലെങ്ങാൻ വന്നു കഴിഞ്ഞാൽ കൊപ്പര ഉണ്ടാവുകയില്ല, വെളിച്ചെണ്ണ ഉണ്ടാവുകയില്ല, കംപ്ലീറ്റ് അത്യാവശ്യം വലുതായി വരും. എന്നാ നീ ഒരു കൊല തീരുക. പുതുമ വേണമെന്ന് എല്ലാവരും പറയാം. അപ്പൊ ഞാൻ വിചാരിച്ചൊരു പുതുമ ആയിക്കോട്ടെ, കോരത്തിലോ വിചാരിച്ചു. ഇത് നോക്കിയിട്ടും വലിയ കായലാണ് കൊലക്കാണെങ്കിൽ ഇപ്പോഴേക്ക് തന്നെ വിളവ് നല്ല സമയം. സാധാരണയാകുമ്പോൾ 3 കൊല്ലം 5 കൊല്ലമൊക്കെ മതി. നല്ല നാടനാണെങ്കിൽ 10-15 കൊല്ലം എടുക്കും ഒരു കൊല. നല്ല തന്നെ ഞായറാഴ്ച ഞാൻ കൊണ്ടുവന്ന് കുഴിച്ചിട്ടത് ഇതുവരെ കൊലച്ചിട്ടില്ല. മുത്തപ്പൻ ദൈവത്തിനോടൊക്കെ അളവില്ലാത്തതിന്റെ പേരിൽ അച്ഛൻ പറഞ്ഞു കോഴിക്കോട് വാങ്ങിക്കൊണ്ടുവന്ന് കുഴിച്ചിട്ടതാ. ഇതല്ല, ഈ പറമ്പിലുണ്ടായതാ. ഒരേന്റെ മുന്നിൽ തന്നെ ദിവസവും ഇങ്ങനെ നോക്കും. അല്ല, ബൈക്കിലും കാറിലും പോകുന്നവർക്കൊക്കെ അങ്ങനെങ്കിലും സേഫാ. റോഡുമ്പോൾ കൂടി നടന്നു പോകുന്നവരെ കാര്യ കടിച്ചു കീറാനാ ഭാഗ്യം. രണ്ടെണ്ണത്തിന് ഞാൻ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇതിട്ട് കൊടുത്തിട്ടാണ് രക്ഷപ്പെടുന്നത്. രക്ഷപ്പെട്ടുകൊണ്ട് ആവശ്യം വന്നില്ല. ഇതിൽ കയറി രക്ഷപ്പെടുന്നതിനാണ് 2 തവണ രക്ഷപ്പെടുത്തിയത്. പിന്നെയും അത് തോട്ടിലേക്ക് തന്നെ വീഴും. ഇതെന്തൊരു സംഭവം? മീനിനെ പിടിക്കുകയാണോ? അപ്പോൾ അവൻ്റെ ഇര തേടിയിരിക്കും. ഞാനത് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി കളിക്കാൻ വെച്ചിട്ട് പിടിച്ച മേലോട്ടേക്ക് കയറ്റാൻ നോക്കിയതാ. ചിലപ്പോൾ അതിൻ്റെ ഇര തേടിയിരിക്കും. മട്ടൻ അങ്ങോട്ട് എടുത്താലും ഇതും കൂടെ കയറി പോയിക്കോട്ടെ. തൽക്കാലം വിതിട്ടെടുക്കാം. കയറുന്നില്ലേ? അതിന് പേടിയാണ്. പട്ടികളെയും നായ്ക്കളെയും ചെയ്യാൻ പാടില്ല എന്നാ, അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെടുത്താൻ നോക്കുന്നത്. നമ്മളെ കടിച്ചു കയറിയാലും അവരൊന്നും ചെയ്യരുത്. പട്ടി തോട്ടിൽ വീണ മൈക്കൂരോ? ഒരു പട്ടി ഇന്നും ചാടിക്കുന്നറിയ തോട്ടില്. ഞാൻ രക്ഷപ്പെടുത്താൻ പോയതിന് എന്തായാലും റോഡുമ്പോ കൂടി നടക്കാൻ നിവൃത്തില്ല. നമ്മൾ രക്ഷപ്പെടുത്തല്ലേ വേണ്ടേ. ഒരു ബൈക്ക് ഓടിച്ച് പോകുന്നവര്, കാറിൽ പോകുന്നവര്, എല്ലാവർക്കും ബുദ്ധിമുട്ടാ. എല്ലാത്തിനെയും രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടുത്താൻ നോക്കി, അത് സ്വയം രക്ഷപ്പെട്ടു. നിങ്ങളൊക്കെ വലിയവരാണ്.
വലിയ വലിയ ആളുകൾ. ഞങ്ങൾ വെറും സാധാരണക്കാർ. എനിക്ക് വലുത് നമ്മുടെ കുടുംബം. ഓരോ കുടുംബവും എനിക്ക് വലുതാ. എൻ്റെ കുടുംബം നിങ്ങളുടെ കുടുംബം എനിക്ക്. അത് നല്ല വൃത്തിയും വെടിപ്പും ഉള്ളതാണ്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്തും. എൻ്റെ തുണി കടിച്ച് കീറിയപ്പോഴും ഞാൻ ക്ഷമിച്ചു. കീറത് കാണുന്നില്ല. മടക്കുത്ത് അഴിച്ചിടുമ്പോഴേ നിങ്ങൾ കാണും. അത്യാവശ്യം നല്ല കീറതാ. അപ്പോഴും അവനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവനവിടെ കാഷ്ടമിട്ടപ്പോൾ അത് ഞാൻ കുഴിച്ചു മൂടി. എന്നെക്കൊണ്ട് അത്രയ്ക്ക് പറ്റൂ. എല്ലാത്തിനും നിയന്ത്രണമല്ലേ, പിന്നെന്ത് ചെയ്യാനാ? എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്തു. ഇനി നിങ്ങൾ തീരുമാനിക്കും.